അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ദെൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തു. അവന്റെ പ്രകടനമൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ആ തെണ്ടി ചെറുക്കൻ നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലേ. പിന്നെ ഇവൻ തന്നെ പറയുന്നു, ഞാൻ അമ്മയുടെ ഞാനാണ് അമ്മയുടെ, ഞാൻ മറ്റതും മറിച്ചതും അമ്മയുടെ. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പൊതുക്ക്, വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും ഒന്ന് അറിയട്ടെ എന്ന്. ഒരു നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വന്നു. ഭയങ്കര ഹറാസ്മെന്റ് ആയിരുന്നു. താനൊരു സിവിലിയനെതിരെ ഇങ്ങനെയൊക്കെയാണോടോ ചെയ്യണത്, അങ്ങനെയാണോടോ ഇങ്ങനെയാണോടോ? ഞാൻ പറഞ്ഞു, താൻ ആരോടോ എന്ന് ചോദിച്ചു. ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഞാൻ ആലുവ CI ആണ്. അത് പിന്നെ ഈ ഫ്രോഡുകളുടെ ഒരു ടെക്നിക്കാണ്. അപ്പോൾ പിന്നെ സബോർഡിനേഷനെ കൊണ്ട് വിളിപ്പിക്കലായി. അപ്പോൾ ഈ മറ്റേ അരഗൻസ് മാറ്റിയിട്ട് മറ്റേ ഇത് മാറ്റി താഴ്മയിലോട്ട് എത്തിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി അടവൊന്ന് മാറ്റിയാലേ രക്ഷയുള്ളൂ. ശബരീഷ്, ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യ്, ആ പയ്യൻ്റെ ഭാവിയല്ലേ, നമുക്കത് നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗായിരുന്നു. അല്ല, ഇമാതിരി ആളുകളോട് നമ്മൾ വഴക്കൂടാൻ പോയിട്ട് കാര്യമില്ല. അവരൊക്കെ ഏത് ലിമിറ്റ് വരേക്കും പോവേ. സോ വി മസ്റ്റ് ബി കെയർഫുൾ. ഒരു 4 o'clock ഞങ്ങൾ അവിടെ എത്തി. കുറച്ച് കഴിയുമ്പോൾ ഒരു സബോർഡിനേറ്റ്സ് വന്ന് വിളിക്കേണ്ട സ്ഥാനത്ത് വന്നേ അകത്തേക്ക് വന്നേ. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, ഇവനെ പോലീസിലെടുത്താ, എൽദോനെ സിനിമയിലെടുത്തെന്ന് പറഞ്ഞ പോലെ ഇവനെ പോലീസിലെടുത്താ. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ശബരീഷ് കഞ്ചാവ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തു. അതുകൊണ്ട് ശബരീഷിന്റെ പേരിൽ കേസ് ടിനിച്ചേട്ടന് കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, കൊടുത്തോ. ഇതൊക്കെ എന്ത് ദ്രോഹാടോ? സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ ആക്ടിങ്? പ്രശ്നമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ കയറി അസഭ്യം പറഞ്ഞു. എൻ്റെ വീട്ടിൽ അസഭ്യം പറഞ്ഞു. എന്താ അസഭ്യം പറഞ്ഞേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ വീഡിയോ ഉണ്ടല്ലേ, മൈരേന്നൊക്കെ അല്ലേ വിളിക്കണേ. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. അത് അസഭ്യമല്ലല്ലോ. അവരുടെ വീട്ടിൽ അതൊക്കെ സർവ്വസാധാരണ ആയിരിക്കാം. പക്ഷെ എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ അസഭ്യം തന്നെയാണ്. അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. അത് ഞാനവനും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇവൻ ആരായാലും വ്യത്യാസമാണ്. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? എൻ്റെ വീട്ടിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അവരുടെ വീട്ടിൽ അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ട് അവർക്ക് അസഭ്യം ഉണ്ടാവാമായി അറിയില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. പുള്ളി പറഞ്ഞത് രാവിലെ മുതൽ DYSP ലെവലിൽ നിന്ന് പ്രഷറുണ്ട്, ഒതുക്കി തീർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രഷറുണ്ട്, ഒതുക്കി തീർക്ക്, അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചത്. ഇവനെ തൊട്ട് കളിച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല, ഓർമ്മയിരിക്കട്ടെ. അവിടെ ഒരു എഴുതാൻ നിൽക്കണവനുണ്ട് ഒരു ഡെസ്കിൽ. ആര് പരാതിയും കൊണ്ടുവന്നാലും ഇവനെ വാദി പ്രതിയാക്കും. കാക്കിയിട്ടാൽ താൻ ഒരു ചക്രവർത്തിയാണെന്നാണ് അവന്റെയൊക്കെ ഒരു ധാരണ. ഒരു മൂന്നാംകട ഗുണ്ടയുടെ ചായയും പന്നിയുടെ രൂപമുള്ള അവൻ എന്റെ കൈ കിട്ടി ചവിട്ടിച്ച് ചമ്മന്തിയൊക്കെ ഇവന് താല്പര്യമില്ല. പക്ഷെ ടിനി ഇവന്റെ തോളത്ത് കൈയിട്ടിരിക്കുകയാണ്. ഇവർ രണ്ട് ശരീരവും ഒരു ആത്മാവുമാണ്. ഇപ്പൊ ഏകദേശം ഇവിടുത്തെ ക്രമസമാധാനം മനസ്സിലായില്ലേ? നമ്മളേതാണ്ട് ദേവസ്യയുടെ മകൻ ഊമ്പസ്യ എന്ന് പറഞ്ഞ പോലെയാണ്. നീയാണല്ലോ കോടതി, ഓടാമേര്. അതായത് സ്വന്തം മകൻ ചെയ്ത പിറപ്പ് കേടിന് മറ്റുള്ളവരിൽ കുന്തം ചാരിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും എന്റെ ഒരു സംശയം തീർന്നു, ഇവൻ എന്റെ മകൻ തന്നെ. സ്റ്റേഷനിൽ വന്നപ്പോഴും ഈ ജിമ്മിൽ വന്നപ്പോഴും കോമറേജ് ജിമ്മിൽ വന്നപ്പോഴും ഇത് തന്നെയാണ്. ഞാൻ അമ്മയുടെ മീറ്റിങ്ങിലായിരുന്നു, ഞാനോ ഭയങ്കര പ്രശ്നങ്ങളാണിത്. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഭയങ്കര മമ്മൂക്കയുടെ മറ്റം. എന്റെ പൊന്നളിയാ, മമ്മൂക്ക പോലീസ് അറിഞ്ഞിട്ടുണ്ടാവൂല. പറഞ്ഞിട്ട് കാര്യമില്ല, അട്ടേനെ പിടിച്ച് മെത്തേക്കെടുത്തേക്ക് കിടക്കൂ. ഇവനില്ലെങ്കിൽ അമ്മയില്ലെന്നുള്ളതാണ്. ഈ പുള്ളി ഇല്ലെങ്കിൽ അമ്മയില്ലെന്നുള്ളതാണ് ഈ പുള്ള. ഇത് എനിക്കും തോന്നി ഇത് അവന് ഒരു കുഴപ്പം എല്ലാമേ തെട്ടിച്ചു സൊല്ലും അതാക്കും. ഇതാണ് ഒരു സിനിമയിലുള്ള ഒരു സിനിമാക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള ഒരു വ്യത്യാസം. കാശിന്റെ കഴപ്പാ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.